സർവത്തെയും യാഗമായി തന്നിടാമേ. എന്നെയും എനിക്കുള്ള സർവത്തെയും യാഗമായി തന്നിടാമേ. ആരാധന ആരാധന യാഹെന്ന ദൈവത്തിൻ ആരാധന. ആരാധന ആരാധന യാഹെന്ന ദൈവത്തിൻ ആരാധന. പ്രൈസ് ദി ലോർഡ്. ദി ഷെപ്പേർഡ് ഷാർപ്പിൻ്റെ 166-ാം എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ പ്രഭാതത്തിലെ വചനചിന്തയ്ക്കായി വിശുദ്ധ തിരുവെഴുത്തിൽ നിന്നും ഒരു വേദഭാഗം നമുക്ക് വായിക്കാം. യോബിൻ്റെ പുസ്തകം 5-ാം അധ്യായം 8 മുതലുള്ള ഭാഗങ്ങൾ. ഞാനോ ദൈവത്തിങ്കിലേക്ക് നോക്കുമായിരുന്നു, എൻ്റെ കാര്യം ദൈവത്തിങ്കിൽ ഏൽപ്പിക്കുമായിരുന്നു. അവൻ ആരാഞ്ഞുകൂടാത്ത വൻകാര്യങ്ങളും അസംഖ്യമായ അത്ഭുതങ്ങളും ചെയ്യുന്നു. വിശുദ്ധ തിരുവെഴുത്തിൽ യോബിൻ്റെ പുസ്തകത്തിൽ 3 പ്രാവശ്യം ഭയപ്പെടേണ്ട എന്നുള്ള വാക്ക് നമുക്ക് കാണുവാൻ സാധിക്കും. അതിൻ്റെ 5-ാം അധ്യായം 21-ാം വാക്യം, നാശം വരുമ്പോൾ നീ ഭയപ്പെടുകയില്ല. 11-ാം അധ്യായം 15-ാം വാക്യം, നീ ഉറച്ചു നിൽക്കും, ഭയപ്പെടുകയില്ല. 29-ാം അധ്യായം 9-ാം വാക്യം, അവരുടെ വീടുകൾ ഭയം കൂടാതെ സുഖമായിരിക്കും. അങ്ങനെ 3 അനുഭവങ്ങളിൽ ഭയപ്പെടേണ്ട എന്നുള്ള വാക്കിവിടെ നമുക്ക് കാണാൻ സാധിക്കും. നമുക്കറിയാം, ഭയപ്പെടേണ്ട എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ പിന്നിലെ ഭയപ്പെടുത്തുന്ന എന്തോ സംഭവം നടക്കുമ്പോഴാണ്, അല്ലെങ്കിൽ നമ്മളെ ഭീതിപ്പെടുത്തുന്ന, നമുക്ക് പ്രയാസജനകമായ വിഷമ മേഖലകളിലൂടെ കടന്നു പോകുമ്പോഴാണ് ഈ ശബ്ദം നമുക്ക് പ്രയോജനമായി തീരുന്നത്. നിങ്ങൾ ഭയപ്പെടേണ്ട. ഭയപ്പെടേണ്ട എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ആ പ്രതിസന്ധിയെ തരണം ചെയ്യുവാൻ പ്രതികൂലമായി നമ്മൾ നിൽക്കുമ്പോൾ അതിനെ മാറ്റിത്തരാം, അല്ലെങ്കിൽ അതിന്മേൽ നമ്മളെ സഹായിക്കാം എന്നൊരാൾ നമ്മളോട് സംസാരിക്കുമ്പോഴാണ് നിങ്ങൾ ഭയപ്പെടേണ്ട ആ കാര്യം, നിങ്ങൾ പേടിക്കേണ്ട ആ കാര്യം ഞാൻ നിനക്ക് വേണ്ടി ചെയ്തു തരാം എന്ന് പറയുമ്പോഴാണ് നമുക്ക് ധൈര്യം കിട്ടുന്നത്. ഈ ഭാഗങ്ങളിലെ യോബിൻ്റെ ചരിത്രം നമുക്കറിയാം. ജീവിതത്തിൽ തിക്താനുഭവങ്ങളിലൂടെ തൻ്റെ സമ്പത്തെല്ലാം നഷ്ടമായി, തൻ്റെ മക്കൾ തനിക്ക് നഷ്ടമായി, തൻ്റെ ആരോഗ്യം തനിക്ക് നഷ്ടമായി, എല്ലാം നഷ്ടമായ തൻ്റെ ജീവിതത്തിലെ തൻ്റെ സഹോദരന്മാർ തന്നോട് പറയുകയാണ്, ദൈവത്തെങ്കിലേക്ക് നോക്കിയാൽ, നമ്മുടെ കാര്യം ദൈവത്തിൽ ഏൽപ്പിച്ചാൽ അവൻ ആരാഞ്ഞുകൂടാത്ത വൻകാര്യങ്ങളും അസംഖ്യമായ അത്ഭുതങ്ങളും ചെയ്യുന്ന ദൈവമാണ്. ആ ദൈവത്തിന് ഒരു നിമിഷം മതി നിന്റെ ഈ നഷ്ടമായതിനെയൊക്കെ മടക്കി തരുവാൻ, നിന്റെ നഷ്ടമായ സന്തോഷത്തെ മടക്കി തരുവാൻ, നിന്റെ നഷ്ടമായ ആനന്ദത്തെ മടക്കി തരുവാൻ, നിന്റെ നഷ്ടമായ ആരോഗ്യത്തെ മടക്കി തരുവാൻ, നിനക്ക് നഷ്ടമായ എല്ലാത്തിനെ മടക്കി തരുവാൻ എൻ്റെ ദൈവത്തിന് ഒരു നിമിഷം മതി. കാരണം അവൻ ആരാഞ്ഞുകൂടാത്ത വൻകാര്യങ്ങളും അസംഖ്യമായ അത്ഭുതങ്ങളും ചെയ്യുന്നവനാണ്. അതിൻ്റെ അടുത്ത വാക്യങ്ങളെ കാണുന്നു, അവൻ താണവരെ ഉയർത്തുന്നു, ദുഃഖിക്കുന്നവരെ രക്ഷയിലേക്ക് കയറ്റുന്നു, അവൻ ദരിദ്രന്മാരെ അവനെ രക്ഷിക്കുന്നു, മുറിവേൽപ്പിക്കുകയും മുറികെട്ടുകയും ചെയ്യുന്നവനാകുന്നു, അവൻ ചതയ്ക്കുകയും വെച്ചു പൊറപ്പിക്കുകയും ചെയ്യുന്നവനാകുന്നു. 6 കഷ്ടത്തിൽ നിന്നും അവൻ നിന്നെ വിടുവിക്കും, 7-ാമത്തേലും നിന്നെ തിന്മ തൊടുകയില്ല. അങ്ങനെ ജീവിതത്തിലെ ഏത് അനുഭവങ്ങളിലും 6 കഷ്ടങ്ങളല്ല 60 കഷ്ടങ്ങളിൽ കൂടി കടന്നുപോയാലും അത് നമ്മുടെ പ്രാണനെ തൊടാതെ, നമ്മുടെ ജീവനെ തൊടാതെ നമ്മെ സൂക്ഷിപ്പാൻ നമ്മുടെ ദൈവം മതിയായവനാണ്. കഷ്ടതയെല്ലാം പിന്നത്തെ നന്മയായി തീരുവാൻ, അനുഗ്രഹമായി തീരുവാൻ, അതിലുപരി ദൈവസന്നിധി വിശ്വസ്തയോടെ നിൽപ്പാൻ, ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവരായി തീരുവാൻ, നമ്മെ ഒരുക്കുവാൻ നമ്മുടെ കഷ്ടത നമുക്ക് പ്രയോജനമായി തീരുവാൻ ഇടയായിത്തീരും. പലപ്പോഴും കഷ്ടതകൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ദുഃഖങ്ങളേറിയിട്ട് ദൈവത്തെ ത്യജിക്കുന്ന അനുഭവങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടാകും. എന്നാൽ ഈ ദൈവം എത്ര നല്ലവൻ, അന്ത്യത്തോളം നടത്തുവാൻ സർവശക്തൻ. ആ ദൈവത്തിന് നമ്മെ സമർപ്പിക്കുകയാണെങ്കിൽ നമ്മൾ നഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നിടത്തു നിന്ന് നമ്മളെ ഉയർത്തിക്കൊണ്ടുവരുവാൻ, നമ്മളെ മാനിക്കുവാൻ, നമ്മളെ സഹായിപ്പാൻ നമ്മുടെ ദൈവം നമ്മോട് കൂടെയുണ്ട്. ആ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു. ഇന്ന് കാലം വചനം കേൾക്കുന്ന നിരജനത്തെ ഞങ്ങളുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലെ പ്രതിസന്ധികൾ, പ്രശ്നങ്ങൾ, ബുദ്ധിമുട്ടുകൾ, കഷ്ടതകൾ, സ്തോത്രം, അതിൻ്റെ മധ്യേ ദൈവമേ വിടുതലിൻ്റെ ആശ്വാസത്തിൻ്റെ കരം നീട്ടി കർത്താവ് സകലത്തെ അനുകൂലവും അനുഗ്രഹമാക്കി തീർക്കണമേ, നന്മയാക്കി തീർക്കണമേ എന്ന് ഞങ്ങൾ അങ്ങോട്ട് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ.